ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ചായ തയ്യാറാക്കുമ്പോഴേക്കും അതിൻ്റെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വലിയ സോസ് പാനിലാണ് തയ്യാറാക്കുന്നത്, അതാണ് കേട്ടോ 5 മുട്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ കുക്കറിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ 3 മുട്ട എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതാ 5 മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക കുത്തിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതാ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തവി മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ തവി മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഹാർഡായി പോകും കേട്ടോ. നമ്മുടെ ഈ ഒരു സ്നാക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്, അതുകൊണ്ട് തന്നെ ഒറ്റ തവി മാത്രം മൈദ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റ് ആവുന്ന സമയം നമുക്കതിലേക്ക് പഴം ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇത് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ഒരുപാട് ടൈം വെച്ച് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കുന്ന സോസ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ പാനിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഞാനിത് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതാ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു രീതിക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു 5 മിനിറ്റ് മാത്രം ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.